നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത മാങ്ങാക്കറി അല്ലെങ്കിൽ പുളിശ്ശേരി. അതിന് പഴുത്ത മാങ്ങ, 3 പച്ചമുളക്, പിന്നെ തേങ്ങായ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം. ഇത് അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തൈര്, ഇത് കടുക് വറക്കാനുള്ള സാധനം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴുത്ത മാങ്ങാക്കറിക്ക്. അങ്ങനെ നമ്മുടെ പഴുത്ത മാങ്ങ പുളിശ്ശേരി വെക്കാൻ പോവുകയാണ്. ചീനിച്ചട്ടി വെച്ചു. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായില്ല. ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് മുളകിട്ടു. കടുകിട്ടു. സ്വല്പം ഉലുവ ഇട്ടു. കടുക് പൊട്ടി തുടങ്ങുമ്പം നമുക്ക് ചുവന്നുള്ളി ഇട്ടു. ഇതൊന്ന് ചൂടായി മൂത്ത് തുടങ്ങുമ്പോൾ നമ്മുടെ മാങ്ങ ഇട്ട് സ്വല്പം മഞ്ഞളും വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വാടണം. അതിൻ്റെ കൂടെ കരിവേപ്പില. നമ്മുടെ ചുവന്നുള്ളി മൂത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ശകലം മുളക് പൊടി, ഒരു നിറത്തിന് വേണ്ടി ഒരു ഇച്ചിരി ഇളക്കി തേങ്ങ അരച്ച വെള്ളം അതിട്ട് ഉപ്പിട്ട് ഒരു ശകലം ഒന്ന് വെന്ത് വരും. വേവുന്നെന്തുവാ, വേവണം, പഴുത്ത മാങ്ങ അരിയും. ശകലം ഒന്ന് തിളച്ച് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അരപ്പ് ചേർക്കാം. ഇത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും തേങ്ങയും ഉപ്പിട്ടു, അരച്ചിട്ടു, ഇളക്കി ചൂടായി നല്ല ചൂടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ മോരൊഴിക്കണം. തിള വന്ന് തുടങ്ങി. സ്വല്പം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് മോരും കൂടെ ഒഴിച്ച് ഇതാണ് നമ്മുടെ പഴുത്ത മാങ്ങ പുളിശ്ശേരി. നമ്മുടെ കൊല്ലക്കാരെല്ലാം വെക്കുന്ന ഇങ്ങനെയാണ് പുളിശ്ശേരി. അല്ല ഇഞ്ചിയും ചുവന്നുള്ളിയൊന്നും വഴറ്റിയിടത്തൊന്നുമില്ല. കടുക് വറക്കാനില്ല. അങ്ങനെ നമ്മുടെ കൊല്ലക്കാരുടെ പുളിശ്ശേരിയോടെ എല്ലാവരും വെച്ച് നോക്കുക. നല്ല സ്വാദുള്ള മാങ്ങാക്കറിക്കാണെങ്കിൽ പുളിശ്ശേരി ഈ മോരൊഴിക്കാതെ മാങ്ങാക്കറി വെക്കാം. ഇത് മാങ്ങാ പുളിശ്ശേരി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് നിങ്ങളുടെ സ്വന്തം കമലം.